ക്രൂശിതിനൊപ്പം കൽവരിയിലേക്ക് മൂന്നാം ദിനം. മനോഹരമായ ഒരു കൊട്ടാരം. ആ കൊട്ടാര വളപ്പിലുള്ള വഴിയിൽ വെച്ച് രണ്ടുപേർ കൂട്ടിമുട്ടുന്നു. ഒന്നാമൻ പറഞ്ഞു, നാശം. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ രാജാവിൻ്റെ ഉപദേഷ്ടാവാണ്. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ഓഹോ, ഞാനൊരു രാജാവാണ്. നീ ഏത് രാജ്യം ഭരിക്കുന്ന രാജാവാണ് എന്ന് ഒന്നാമൻ ചോദിച്ചു. അതിന് മറുപടിയായി രണ്ടാമൻ പറഞ്ഞു, ഞാൻ എന്നെ ഭരിക്കുന്ന രാജാവാണ്. അതുകൊണ്ടാണല്ലോ തമ്മിലൊന്ന് കൂട്ടുമുട്ടിയപ്പോൾ നിന്നെപ്പോലെ സംയുക്ത വിളിഞ്ഞ് ഞാൻ അലറി വിളിക്കാത്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമുക്ക് നാട് ഭരിക്കുന്ന രാജാവാകാൻ സാധിച്ചില്ല എങ്കിലും നമ്മെ തന്നെ ഭരിക്കുന്ന രാജാവാകാൻ നമുക്ക് സാധിക്കും. എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ എൻ്റെ ഈശോയെ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ, എന്നെ തിരുത്തുവാൻ, ഒന്ന് ഏറ്റുപറയുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവനവൻ്റെ മാനസാന്തരമാണ് നോമ്പിൻ്റെ മർമ്മപ്രധാനം. ആത്മസംഘർഷങ്ങളിൽ സമയത്തെ കൈവിടാതെ ആത്മസംയമനം പാലിച്ച് അപരനല്ല ഞാനാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി ഈശോയുടെ ഈ അനുഗ്രഹീത വേളകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.